നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ രസുവ മേഖലയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവരിൽ 300-ലധികം ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ബനാൽ അറിയിച്ചു. പ്രളയത്തിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകളിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ദുരന്തബാധിതർക്കുള്ള അടിയന്തര സഹായങ്ങളുമായി ഇന്ത്യയുടെ രണ്ടാമത്തെ വിമാനം നേപ്പാളിലേക്ക് തിരിച്ചു. മരുന്നുകളും ഭക്ഷണപ്പൊതികളും ഉൾപ്പെടെ 37 ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഗതാഗത വിമാനം വ്യാഴാഴ്ച നേപ്പാളിലേക്ക് തിരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. നേപ്പാൾ അധികൃതരുമായി ഇന്ത്യ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. നിലവിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ബുധനാഴ്ച 10 ടൺ അടിയന്തര സഹായം ഇന്ത്യ നേപ്പാളിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാമത്തെ വിമാനവും അയച്ചത്. താൽക്കാലിക ഷെൽട്ടറുകൾ, പുതപ്പുകൾ, ഹൈജീൻ കിറ്റുകൾ, സോളാർ വിളക്കുകൾ, മരുന്നുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം എത്തിക്കും. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട സഹായം അയക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേപ്പാളിലെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഭോട്ടെകോശി നദിയിലെ കൈവരിയായ ലണ്ടയിലുണ്ടായ മഞ്ഞുമല വീഴ്ചയെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാൾ ചൈന അതിർത്തിക്കടുത്തുള്ള തിമൂരയിലാണ് ആദ്യം വെള്ളം കുതിച്ചെത്തിയത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 162ആയി ഉയർന്നതായി നേപ്പാൾ പോലീസ് വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു. നേപ്പാളിലെ 3 ജില്ലകളെയാണ് പ്രളയം സാരമായി ബാധിച്ചത്. ഇതിൽ രസുവയിലാണ് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത്. കൈലാസ മാനസ സരോവർ യാത്രയ്ക്ക് പോയ 50 തീർത്ഥാടകർ ഉൾപ്പെടെ 133 ഇന്ത്യക്കാരെയും 37 പ്രവാസി ഇന്ത്യക്കാരെയുമാണ് കാണാതായതെന്നായിരുന്നു ആദ്യം ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നാൽ കാണാതായ ഇന്ത്യക്കാരുടെ എണ്ണം 300 കടന്നതായാണ് പുതിയ വിവരം.